അയ്യപ്പേട്ട, നിലമ്പൂരിൽ നിമിഷം പ്രതി ചിത്രം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ ഒരു ഘട്ടത്തിൽ തോന്നും സ്വരാജ് ജയിക്കുമെന്ന്, മറുഘട്ടത്തിൽ അത് അങ്ങനെയല്ല, മൊത്തത്തിൽ കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറിയുന്നുണ്ട് എന്ന വലിയൊരു ആവേശം തന്നെ നിലമ്പൂരിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട്, ഏതാണ്ട് ആര് ജയിക്കും എന്നുള്ള തരത്തിലുള്ളതൊക്കെ. അത് ആർക്ക് പ്രതീക്ഷയേകുന്നതാണ്? അത് ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നതനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനാണ് സാധ്യത കൂടുതൽ. അത് വോട്ട് എണ്ണുമ്പോൾ ആ കിട്ടുന്ന ഭൂരിപക്ഷത്തിന്റെ എണ്ണത്തിൽ കുറവോ കൂടുതലോ വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. സാധ്യതയുണ്ടോ? താല്പര്യം കുറവാണെന്നല്ലേ പറയുന്നത്. ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിയേക്കാൾ ഉപരി ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ ഭരണത്തിനെതിരെ നിൽക്കുന്ന ഇപ്പോൾ ഈ പറയുന്ന പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്താലൊന്നും സംഭവം തീരില്ല. പ്രതിപക്ഷം കുറച്ചുകൂടി ഇത് ആളിക്കത്തിക്കേണ്ടതുണ്ട്. ഇവരുടെ ഈ ചെയ്ത്തുകൾ എല്ലാം പറയണം. കാര്യം ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ ചേലക്കര ഒഴികെ ബാക്കി എല്ലായിടത്തും UDF ജയിച്ച ഒരു ഇതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത്രത്തോളം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെ പോലെ അത്രത്തോളം ഒരു കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യമുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നതല്ലാതെ മറ്റൊരു തരത്തിലും എന്താ പറയാ, കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അൻവർ ആക്ട് ഉണ്ടാക്കി വെച്ച കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. കോൺഗ്രസിനകത്ത് അവരെ KPCC പുതിയ ഭാരവാഹികളെയൊക്കെ തിരഞ്ഞെടുത്തു. പുറമേ എന്നുള്ള ഒരാൾ കളിക്കുന്ന ഈ ഗെയിമുകളല്ലാതെ അതായത് ഇവിടെ പറയുന്നത് അൻവറിന്റെ വോട്ട് ഒരു ഘടകമായി തന്നെ വരും. കാര്യം അൻവർ പിടിക്കുന്ന വോട്ടിന്റെ അത് എത്ര വോട്ട്, 15,000, ഇപ്പൊ എല്ലാം കൂടെ ഒരു 2-2.5 ലക്ഷം വോട്ടം കണ്ടേ ആ മണ്ഡലത്തിൽ ആകെ ഉള്ളൂ. അപ്പോൾ ഈ 2.5 ലക്ഷം വോട്ട് എന്ന് പറയുമ്പോൾ അതിൽ അൻവർ പിടിക്കുന്ന വോട്ട് ഒരു വലിയ ഘടകമാണ്. അത് 15,000 ആണ് എന്നുണ്ടെങ്കിൽ അത്രയും വോട്ട് കുറയും. പിന്നെ CPM-നെ സംബന്ധിച്ച് അവർക്കുള്ള വോട്ട് കൃത്യമായിട്ട് കിട്ടും. പിന്നെ ക്രിസ്ത്യൻ വോട്ടുണ്ട്, മലയോര കർഷകരുണ്ട്. മലയോര കർഷകർക്കൊക്കെ ഈ സർക്കാരിനെ കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അപ്പോൾ അതെല്ലാം ഈ ഇലക്ഷനെ അത് ബാധിക്കും. ഇപ്പൊ ജോയി കൂടെ ഇറങ്ങി തന്നെ വോട്ട് പിടിക്കുമെന്നാണ് പറയുന്നത്. ആർക്ക്? ഷൗക്കത്തിന്. അങ്ങനെ വരുമ്പോൾ ഷൗക്കത്ത് 7,000 വോട്ടിന് നല്ല ഭൂരിപക്ഷം, വലിയ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ 7,000 ഒക്കെ വരുള്ളൂ. ഇല്ലെങ്കിൽ കുറഞ്ഞ ഭൂരിപക്ഷമാണെങ്കിൽ 3,000. കാര്യം കഴിഞ്ഞ തവണ അൻവർ ജയിച്ചത് വെറും 2,500 വോട്ടിനാണ്. അത് കോൺഗ്രസ് തന്നെ പാലം വലിച്ചിട്ടാണ് അത് വന്നത്. കാര്യം VV പ്രകാശിനെ പാലം വലിച്ചത് ഷൗക്കത്ത് തന്നെയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പൊ ഇതുവരെയും കേട്ടുകൊണ്ടിരുന്നത് സ്വരാജിനൊരു മുൻതൂക്കം. സ്വരാജിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രജിത, ഈ CPM-ന് ഒരു കാര്യമുണ്ട്. CPM-ന് മണ്ഡലത്തിൽ ഇല്ലാത്ത തന്നെ കുറെ പേര് അവിടെ വന്ന് ഈ ഓളം ഉണ്ടാക്കുമല്ലോ. ഇപ്പൊ തൃക്കാക്കര ഇലക്ഷൻ നടന്നു. പ്രജിതക്കറിയാവും, ഞാനിവിടെ ഉള്ള സമയം തന്നെയാണ്. 2000 ഏത് വർഷമാണ് എനിക്ക് കൃത്യമായി, 2021 മറ്റോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. 21 22 ആവട്ടെ. ഏതായാലും നമ്മൾ കാണുമ്പോൾ കണ്ട മന്ത്രിമാരെല്ലാവരും ഇവിടെ ഉണ്ട്. മന്ത്രിമാർ വരുന്നു, സ്റ്റേ ചെയ്യുന്നു. MLA-മാർ, മുതിർന്ന MLA-മാർ വരുന്നു. ഇവരെല്ലാം സ്റ്റേ ചെയ്യുന്നു. ഇവരെല്ലാം ഇവിടെ സ്റ്റേ ചെയ്ത് വോട്ട് ചോദിക്കാൻ ഇറങ്ങുന്നു. ഇങ്ങനെ വോട്ട് ചോദിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ ഒരു ജനം കാണുന്നൊരു ഓളമുണ്ട്. ഈ ഓളമല്ല വോട്ടെന്ന് പറയുന്നത്. ഞാനോ നിങ്ങളോ രാവിലെ അല്ലെങ്കിൽ ഒന്ന് ഉച്ചയ്ക്ക് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ തീർത്തിട്ടുണ്ടാവും, ഇന്ന് ഞാൻ ഇന്നാർക്കേ വോട്ട് ചെയ്യുള്ളൂ. നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കും. അതുപോലെ ആയിരിക്കും അടുത്ത വീട്ടിലെ ചേട്ടനും ചേച്ചിയും. വോട്ട് ഉള്ളവരെല്ലാം അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ നിശബ്ദമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതികാരം എന്ന് പറയുന്ന വോട്ടാണ്. ഇവരൊക്കെ ഇന്ന് പ്രതിഷേധിക്കുക എന്നുള്ള വോട്ടിലൂടെ. അപ്പോൾ ഈ ഭരണത്തിനെതിരെ ഒരു പ്രതിഷേധം ഉണ്ടാവുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ പിന്നെ പിണറായി വിജയനെ ഇത്രയും പറഞ്ഞതിലോ ജനം അദ്ദേഹത്തിന് ഒരു വ്യക്തിയോടുള്ള വ്യക്തി വിരോധമല്ലല്ലോ, ഒരു സ്വേച്ഛാധിപതിയായിട്ടല്ലേ അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഉണ്ടാകും. അത് കാലത്തിൻ്റെ കാവ്യനീതി തന്നെയാവും. കാര്യം അങ്ങനെ തന്നെ വരുള്ളൂ. കാര്യം 6,000-7,000 വോട്ട്. കാര്യം അൻവർ അവിടെ ഒരു ഫാക്ടറാണ്. അൻവറിൻ്റെ വോട്ട് ഒരു വലിയ ഘടകം തന്നെയാണ്. അൻവർ മാറി എന്നുണ്ടെങ്കിൽ അതൊരു തുലാസിൽ ആടിയേനെ. എങ്ങനെ? അത് CPM-ന് പോകുമോ അതേ UDF-ന് പോകുമോ? കാര്യം എന്ത് വന്നാലും അൻവറിന് വോട്ട് ഉണ്ടാവും. അൻവറിന് നേരത്തെ കിട്ടിയ വോട്ട്, അദ്ദേഹം LDF കാൻഡിഡേറ്റ് ആയിരുന്നപ്പോൾ വോട്ട്, അദ്ദേഹം LDF കാൻഡിഡേറ്റ് അല്ലല്ലോ ഇപ്പോഴും. അദ്ദേഹം സ്വതന്ത്രനല്ലേ. സ്വതന്ത്രനാകുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് നമ്പറുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അത് ഇന്ന് വേറെ എന്തൊക്കെയോ പുതിയ നമ്പറുകൾ പറ്റുന്ന വോട്ട് കഴിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാകുമ്പോൾ അദ്ദേഹത്തിന് വോട്ട് കിട്ടുക തന്നെ ചെയ്യും. അദ്ദേഹത്തിന് വോട്ട് കിട്ടും എന്നുള്ളതൊക്കെ ഓക്കെ. പക്ഷെ ഈ പറയുന്ന പോലെ ഭരണവിരുദ്ധ വികാരമൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് ആഞ്ഞടിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് കഴിയുന്നുണ്ടോന്നല്ല, അത്രയ്ക്ക് അങ്ങോട്ട് ആഞ്ഞടിച്ച് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നുള്ളതാണ്. അല്ല, ഉണ്ടാകും. കാര്യം ഒരു ഭരണത്തിന്റെ അവസാന നാളുകളാണ്. ഇവർ പാതി അടച്ചു വെച്ചിരിക്കുന്ന പല ഫയലുകളുമുണ്ട്. ഈ പാലക്കാട് ബ്രൂവറിയുടെ വിഷയം പാതി അടച്ചു വെച്ചത്. പക്ഷേ നിയമസഭാ ഇലക്ഷനെ കുറിച്ചാണ് അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത്. പഞ്ചായത്ത് ഇലക്ഷൻ പടിവാതിക്കൽ നിൽക്കുകയാണ്. പഞ്ചായത്ത് ഇലക്ഷൻ പടിവാതിക്കൽ നിൽക്കുമ്പോൾ പഞ്ചായത്തിന് അവരിപ്പോൾ എന്തൊക്കെയോ ചില നമ്പറുകൾ കാണിക്കാൻ പോവുകയാണ്. പഞ്ചായത്തിന് ഭരണത്തിൽ വരുന്നവർക്ക് അങ്ങ് കെട്ടഴിച്ച് വിട്ട പോലെ ഭരണ പരിഷ്കാരം നടത്താനുള്ള ഓരോ കാര്യങ്ങളൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. കാര്യം ഭരണം എന്ന് പറയുന്നത് എങ്ങനെയും പിടിച്ചെടുക്കണം എന്നുള്ള രീതിയിലേക്ക് CPM ആഗ്രഹിക്കുന്നുണ്ട്. CPM-ന് ഭരണത്തിലിരുന്ന് സുലോലുപതയായിപ്പോയി.
CPM പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് അകമ്പടി കാറും ക്ലിഫ് ഹൗസിലെ ജീവിതവും പിന്നെ പശുവിന് വരെ ഫാനൊക്കെ ഇട്ടാലുള്ള ജീവിതമല്ലേ. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് സ്വപ്നം കാണാൻ കഴിയാത്ത, കമ്മ്യൂണിസ്റ്റുകാരന് സ്വപ്നം കാണാം, പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇത്രയും ബൂർഷുവായി ജീവിക്കുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത രീതി. അല്ല, അതൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു പക്ഷേ ഈ പറയുന്ന തദ്ദേശമാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഒരു ഉപതിരഞ്ഞെടുപ്പ്, അതും ഒരു 8 മാസം മാത്രം ആയുസുള്ള ഒരു ഉപതിരഞ്ഞെടുപ്പിലേക്ക് അതിലേക്ക് ഒരാളെ കണ്ടെത്തുമ്പോൾ എങ്ങനെയാണ് ഭരണവിരുദ്ധ വികാരം ഇത്ര കാര്യം? ഈ 4 വർഷത്തെ ഭരണം മുന്നിൽ കിടക്കല്ലേ ആദ്യം ഇതുപോലെ ഒരു ഭരണം മുന്നിൽ കിടന്നുകൊണ്ടല്ലേ മറ്റൊരു തിരഞ്ഞെടുപ്പിനെ നേരിട്ടതും വീണ്ടും പിണറായി സർക്കാർ വന്നതും? അത് കഴിഞ്ഞ് ഉപതെരഞ്ഞെടുപ്പിന് എപ്പോഴും അങ്ങനെയാണ്. ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഭരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പം നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുമധ്യത്തിച്ചുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കുവാണ്, ഒരു ബ്രേക്ക് എടുക്കുന്നു, കഴിച്ചുകൊണ്ടിരിക്കുന്ന ചോറ് പാത്രമൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരിടത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആ കഴിക്കാനുള്ള ആ ഒരു ഇതങ്ങ് പോകും. ഞാൻ പറയുന്നത് തെറ്റോ ശരി, നമ്മൾ വളരെ ആഗ്രഹത്തോടെ ചമ്മന്തിയും തൈരും ഒക്കെ കൂട്ടി ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എടാ അയ്യപ്പദാസ ഒന്ന് കഴിച്ചു വാടാ, അന്ന് വാതിൽ തുറന്നു വിടാൻ പറയും. അതവിടെ വെച്ചിട്ട് പോയിട്ട് തുറന്നിട്ട് വരുമ്പോഴത്തേക്ക് ആ പഴയ ഇതങ്ങ് പോകും. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന അത് നോക്കിയിട്ട് വേണം തുടർന്ന് ഞാൻ അതെടുത്ത് കഴിക്കാനായിട്ട്. ചിലപ്പോൾ ഞാൻ കഴിച്ച പാത്രത്തിലെ ചോറിനെ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. അതേപോലെ ഈ ഭരണത്തിൽ ഇരുന്ന് കഴിഞ്ഞ് ഉണ്ടായിരിക്കുന്ന ആ ഒരു ഇതുണ്ട്, മനുഷ്യനൊരു ചളുപ്പുണ്ട്. ആ ചളുപ്പ് മാറ്റിയേ പറ്റൂ. ഞാൻ ചോദിക്കട്ടെ, ഈ പാലക്കാട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയും ഭൂരിപക്ഷം കിട്ടുമെന്ന് ഞാനോ നിങ്ങളോ പ്രതീക്ഷിച്ചോ? പാലക്കാട് ഇലക്ഷൻ കാണാൻ പോയ ഒരാളാണ്, ചേലക്കര ഇലക്ഷൻ കാണാൻ പോയ ഒരാളാണ് ഞാൻ. ഈ ഇലക്ഷൻ എല്ലാം ഞാൻ കണ്ടതാണ്. അപ്പോൾ എപ്പോഴെല്ലാം ഈ ഭരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടോ അതെല്ലാം ഭരണത്തിന് എതിരെയുള്ള വിരുദ്ധ വികാരം. പക്ഷെ പാലക്കാടത്തെ സാഹചര്യം അല്ലല്ലോ ഇപ്പോൾ. ഷൗക്കത്തിന് ഈ പറയുന്നത് പോലെ ഷൗക്കത്തിന് കോൺഗ്രസ് ഒരു പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ പോലും VD സതീശൻ എടുത്തിട്ടുള്ള നിലപാടുകളൊക്കെ തന്നെയും അത്തരത്തിൽ തന്നെയുള്ളതായിരുന്നു. അതിലേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള മാത്രമല്ല ഇതുവരെയുള്ള ഒരു വിഷയവും നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ ഭരണവിരുദ്ധ വികാരം ഉയർത്തി കാണിക്കാവുന്ന ഒരു വിഷയത്തെ പോലും ഒരു മുൻനിർത്തി ഒരു സമരമോ ഒരു പ്രതിഷേധവും നടത്തിയിട്ടില്ല. അല്ല, പ്രതിഷേധം നടന്നിട്ടില്ല എങ്കിലും ഒരു സതീശനെ ഒന്നും കണ്ട് കോൺഗ്രസിന് ഇനി വർക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു സതീശനെയോ ഒരു K സുധാകരനെയോ ഒരു മുരളീധരനെയോ ഒന്നും കണ്ട് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇനി കളിക്കാൻ പോയാൽ അവർ എന്നേക്കുമായി വാനിഷ് ആവും, അവർ എന്നേക്കുമായി തുടച്ചു നീക്കപ്പെടും. അതവർക്കറിയാം. അതുകൊണ്ടാണ് അവർ ഈ കൈവിട്ടത്. പക്ഷേ ഇപ്പോഴും സതീശന്റെ തീരുമാനമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. സതീശന്റെ തീരുമാനമൊന്നുമല്ല. അവർ പറയുന്ന പോലെ അവർ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തിട്ട് തന്നെയാണ് ഇതിലേക്ക് വന്നത് എന്നാണ് പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പം എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഗൃഹനാഥൻ എന്ന രീതിയിൽ ഞാനും എൻ്റെ ഭാര്യയും അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവരായിട്ടാണ് ഞാൻ തീരുമാനിക്കുന്നത്. അവിടെ വെളിയിൽ നിന്ന് ഒരാൾ വന്ന് കൈകടത്തിയിട്ട് എൻ്റെ മകളുടെ പഠനകാര്യം അത് അവിടെ പഠിപ്പിക്കാൻ വിടണമെന്നൊക്കെ പറയാൻ വെളിയിലുള്ള ഒരാൾക്ക് എന്താ ആവശ്യം? ഇപ്പം ഓരോരുത്തർ അതുപോലെയാണ്. അൻവർ എന്തിനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാൻ പോകണം? ജോയിയെ നിർത്തണം എന്നൊക്കെ പറയാം അൻവർ ആര്? അപ്പോൾ ഇവിടെ കോൺഗ്രസിനകത്ത് പ്രശ്നമില്ല. കോൺഗ്രസ് അൾട്ടിമേറ്റായിട്ട് കോൺഗ്രസ് ഇറങ്ങിയേ പറ്റൂ. കോൺഗ്രസിന് ഇത് എത്തിക്കണം, ഈ വഞ്ചി അങ്ങ് കടവത്ത് എത്തിക്കണം. ഭരണം അത്ര മോശമായ ഭരണമാണ്, അത്രയും മോശമായ ഭരണമാണ്. ഞാൻ ചോദിക്കട്ടെ, ഊരാളുങ്കലിനൊക്കെ എത്ര KM ഷാജി സംസാരിച്ച പ്രസംഗം നിങ്ങൾ കേട്ടായിരുന്നു? ഊരാളുങ്കലിനൊക്കെ എത്ര കോടി രൂപ എന്നറിയോ ഇവർ എഴുതി? എത്രയോ നാളുകളടി കഴിഞ്ഞ ഊരാളുങ്കലിന്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രജിത, ആദ്യത്തെ 5 കൊല്ലത്തെ ഭരണത്തിൽ നമ്മൾ തന്നെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, മഴ, പേമാരി, കൊടും ദീനം, പനി, നിപ്പ ഇതെല്ലാം വന്നല്ലോ. ഇതെല്ലാം വന്ന് അതിനെല്ലാം ഒരു സംഘടനാ തത്വത്തോടെ ഇവരിത് നീക്കി. CPM എന്ന് പറയുന്ന പാർട്ടിയല്ലേ, അവർക്ക് പറയുന്ന അച്ചടക്കവും കാര്യങ്ങളും ഒക്കെ ഉള്ളത്, അതെല്ലാം വെച്ച് അവർ ചെയ്തു. ആ സംഭവത്തെ അവർ മറികടന്നു. പക്ഷെ അതുപോലെ അല്ല ഈ രണ്ടാമത്തെ ഭരണം എന്ന് പറയുന്നത്. ആദ്യത്തിൽ സ്വർണ്ണ കള്ളക്കടത്ത് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ അത് എന്തോ ഒരു ഇതിൽ ഖുറാനിൽ വെച്ചു എന്ന് പറഞ്ഞ് ഇപ്പോൾ അവർ വിജയിച്ച് നിൽക്കുക. നിങ്ങൾ സ്വർണ്ണ കള്ളക്കടത്തിൽ അത് പറഞ്ഞില്ലേ, ഇത് പറഞ്ഞില്ലേ. ഇതിനകത്തുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ഒരു കേസ് കൊണ്ടുവന്നാൽ അത് പൊതുജന മധ്യത്തിൽ എത്തിച്ച് അത് ജനത്തിന് ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ പരാജയമായിരുന്നു മാധ്യമങ്ങളും എതിർ പ്രതിപക്ഷ പാർട്ടി. അതാണ് ആദ്യത്തെ 5 കൊല്ലത്തെ പറ്റിയത്. കാര്യം ഈ പറയുന്ന രീതിയിൽ അവർ വിജയമാണെന്നൊക്കെ ഇല്ല, ഒരിക്കലും ഇല്ല. എങ്കിലും ഭരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പ് അവർ സിറ്റിംഗ് സീറ്റാണ് നിലമ്പൂര്. ഈ പറയുന്ന അൻവർ നിന്ന് ജയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അൻവർ നിന്നു 2 തവണ ജയിച്ചു. അൻവർ പഴയ കോൺഗ്രസ്സുകാരനാണ്. 2 അൻവർ സ്വതന്ത്രനാണ്. CPM ചിഹ്നത്തിലല്ല ജയിച്ചത്. കുഞ്ഞാലി 1 തവണ ജയിച്ചെന്നേ ഉള്ളൂ, അതും പാർട്ടി ചിഹ്നത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് 1960 കഥയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മളിനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞ പോലെ ഒരു സ്മൂത്ത് റണ്ണിങ്ങിനിടയിൽ ഒരു ബ്രേക്ക് വന്നിട്ട് പിന്നെയും വന്ന് തുടരുന്നതിലൊക്കെയുള്ള കുറച്ച് വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ കോൺഗ്രസിന് ഇപ്പോൾ അതിനകത്ത് പാളയത്തിൽ പടയൊന്നുമില്ല. കാര്യം അവർക്ക് ജയിച്ചേ പറ്റും.
കേവലം അൻവറിന് വേണ്ടിയിട്ട് സതീശനെതിരെ കളിക്കാനൊന്നും അവർ ഇറങ്ങില്ല. വോട്ട് ആൾക്കാരുടെ കയ്യിലാണ്. ഈ നേതാക്കന്മാരല്ല വോട്ട് ചെയ്യുന്നത്. വോട്ട് ചെയ്യുന്നത് അവിടുത്തെ നാട്ടുകാരാണ്. മനസ്സിലായില്ലേ? അവിടുത്തെ നാട്ടുകാരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 3000 വോട്ടിനെങ്കിലും, ഏറ്റവും കുറഞ്ഞൊരു 3000 വോട്ടിനെങ്കിലും ഷൗക്കത്ത് ജയിക്കും എന്നാണ് റിപ്പോർട്ട് വരുന്നത്. അൻവറിൻ്റെ വോട്ട് ഒരു നിർണായക ഘടകമാണ്. അൻവറിൻ്റെ വോട്ടിനനുസരിച്ചിരിക്കും ഷൗക്കത്തിൻ്റെ വോട്ടിൻ്റെ വർധനം.